കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില തട്ടിപ്പുകളെക്കുറിച്ചായിരുന്നു. ആ വീഡിയോയ്ക്ക് അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ചെറിയ റെസ്പോൺസ് ഒക്കെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്, ഡൗട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക. അതൊന്ന് കയറി നോക്കുക ഈ വീഡിയോ കണ്ടതിന് ശേഷം. എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു ടോപ്പിക്കാണ്. അതായത് ഈ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏജൻസികളുണ്ട്. ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ ഉണ്ട്. അത് പണ്ട് തൊട്ട് വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്നായിട്ട് ഉണ്ടായി വരുന്ന ഏജൻസികളുണ്ട്. അതായത് സീസണായിട്ട് കുറേ ഏജൻസികൾ വരും. ഞാനത് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറേ ഏജൻസികളുണ്ട്. അവർ വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കും. അവർക്ക് പ്രോപ്പറായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഓഫീസും കാര്യങ്ങളും ബ്രാഞ്ചസും എല്ലാം ഉണ്ടാവും. പക്ഷേ അതല്ലാതെ ചില ആളുകളുണ്ട് ഈ സീസൺ മാത്രം, അതായത് അഡ്മിഷൻ എന്ന് പറയുന്ന കുറച്ചൊരു സമയം മാത്രമേ ഉള്ളൂ. ആ സമയത്ത് മാത്രം വരുന്ന കുറച്ച് ഏജൻസികളുണ്ട്. അങ്ങനെ പല പരിപാടികൾ ഇതിലുണ്ട്. അപ്പോൾ അത്തരം ഏജൻസികൾ നടത്തുന്ന ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വലിയവനായാലും ചെറിയവനായാലും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ചില ആളുകൾ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കാര്യങ്ങളൊക്കെ ഈ വരുന്ന സ്റ്റുഡൻസും അവരുടെ പേരൻസൊക്കെ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് രീതിയും കൂടി അറിഞ്ഞിരിക്കുകയാണെങ്കിൽ വരുന്ന പേരൻസിനും സ്റ്റുഡൻസിനും ചെറിയ ടെൻഷനുകൾ കുറയ്ക്കാം എന്നുള്ളതുകൊണ്ടാണ് ഇത്തരൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ഒന്ന് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കാലത്ത് ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് ഈ അഡ്മിഷൻ്റെ ഏജൻസിയിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും മാർക്കറ്റിംഗ് ആവശ്യമാണ്. അപ്പോൾ ഈ അഡ്മിഷൻ്റെ ഏജൻസികൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെയാണ്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആർട്സ് കാര്യങ്ങളൊക്കെയാണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും അതിനെക്കുറിച്ച് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടായിരിക്കും. കാരണം നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ ഒരു അഡ്മിഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കീവേഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു മാസത്തേക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമയത്ത് ഈ കോമ്പറ്റീഷനുള്ള സമയത്ത് ഈ പഴയ ഏജൻസികൾ റെപ്യൂട്ടഡ് ഏജൻസികൾക്കൊക്കെ അവർക്ക് വലിയ പ്രോബ്ലം വരില്ല. കാരണം അവർക്ക് ഓൾറെഡി ഈ പറഞ്ഞ സജഷനും കാര്യങ്ങളെല്ലാം വന്ന് അവർക്കൊരു ഇതിലായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളൊക്കെ അവർക്കില്ല. പക്ഷേ പുതുതായിട്ട് വരുന്നവരും പിന്നെ ഒരു സീസണിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ ചില ഭയങ്കര ഒരു മത്സരം അവർക്ക് നേരിടേണ്ടി വരും. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കണ്ടുവരുന്ന ഒരു ഇതാണ് ഈ അർജന്റ് സെയിൽ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു സാധനം സെയിൽ ചെയ്യുന്ന ഒരു ഇത്. അതായത് നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇന്ന പ്രോഡക്റ്റ് ഇന്ന ദിവസത്തിനുള്ളിൽ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം ഓഫ് അല്ലെങ്കിൽ ഇത്ര ഇത് വരുന്നു, ഇന്ന സമ്മാനം കിട്ടുന്നു എന്ന രീതി വരുന്നുണ്ട്. അപ്പോൾ അത് ഈ അഡ്മിഷൻ്റെ കാര്യത്തിലും വരുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ദിവസത്തിന് മുന്നേ നിങ്ങൾ ഇന്ന കോളേജിൽ ഇന്ന സീറ്റ് ചെയ്യുവാണെങ്കിൽ, ഇന്ന സീറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ, ഒരു ഇത്ര എമൗണ്ട് അടിച്ച് ബുക്ക് ചെയ്യുവാണെങ്കിൽ കോഴ്സ് ഫീയിൽ നിന്ന് ഒരു 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ ഡിസ്കൗണ്ട് ഇത് ചെയ്യും. അതായത് 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 6 ലക്ഷം രൂപ 10 ലക്ഷം രൂപ വരെയുള്ള നേഴ്സിംഗ് ഫീസുകളില്ല. ഞാനൊരു ഉദാഹരണമായിട്ടാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരു 10,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടിൻ്റെ ഇത് കേൾക്കുമ്പോൾ ചില പേരൻസിന് അതൊരു അട്രാക്റ്റീവായിട്ട് അവരെ തോന്നാം. അവരുടെ നമ്പറിൽ വിളിക്കാം. കാരണം അവരും ഞാൻ മുന്നേ പറഞ്ഞ ഈ അഡ്മിഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനിലും നല്ല കോളേജ് കിട്ടുമോ, കോഴ്സ് കിട്ടുമോ, അല്ലെങ്കിൽ എമൗണ്ട് ഒക്കെ കുറഞ്ഞ് കിട്ടുമോ എന്നൊക്കെ നോക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ട് വേറെ ഒന്നും ചിലപ്പോൾ നോക്കില്ല, ആ ഏജൻസിനെ വിളിക്കും. ആ ഏജൻസിയിൽ അവിടെ ഇരിക്കുന്ന ആളുകൾ സംസാരിച്ച് അതാണെങ്കിൽ ഒരു നല്ല രീതിയിൽ ചിലപ്പോൾ അത് ഒരു എമൗണ്ട്, അതായത് ഒരു അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയിട്ട് അത് അവരത് ഫിക്സ് ചെയ്യും. ആ ഒരു സീറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേനും ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള പരസ്യങ്ങളും കാര്യങ്ങളും വരും. അതല്ലെങ്കിൽ പിന്നെ വേറെ കോളേജുകൾ കുറേ കൂടി കഴിയുമ്പോഴത്തേനും കോളേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇതിൽ കോഴ്സ് കുറഞ്ഞ് വെച്ചാൽ നല്ല കോളേജുകൾ ചിലപ്പോൾ കിട്ടിയേക്കാം. അങ്ങനെ കുറച്ച് വരും. അപ്പോൾ ഒരു കാരണവശാൽ ഇവർക്ക് ഈ പറയുന്ന നേരത്തെ അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിട്ട് സീറ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഡ്വാൻസ് ചെയ്തിട്ടിരിക്കുന്ന എമൗണ്ട് ചിലപ്പോൾ 10,000 ആവും, ചിലപ്പോൾ 20,000 രൂപ ആവും. അത് എത്രയാണെന്നുള്ളത് ഓരോ ഏജൻസികളുടെ ഇത് വെച്ചിട്ടാണ്. അത് പോകും, ആ സാധനം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറച്ച് ഇത് വരുന്നുണ്ട്. ആ ഒരു രീതി സർവ്വസാധാരണമായി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പെട്ടെന്ന് ഒരു പരസ്യം കണ്ടിട്ട് പോയിട്ട് ചാടി കയറി വലിയൊരു എമൗണ്ടിന് സീറ്റ് ബുക്ക് ചെയ്ത് അഡ്വാൻസ് ചെയ്ത് വെക്കാതെ തന്നെ നിങ്ങൾ പല ഏജൻസികളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വേറെ കാര്യം എന്നുള്ളത്, ഇപ്പോൾ ചെറിയ എമൗണ്ടുകളൊക്കെയാണ് ചില ഏജൻസികൾ വാങ്ങുന്നത്. 2,500 3,000 വാങ്ങുന്ന ഏജൻസികളുണ്ട് ഇത് ബുക്ക് ചെയ്തിടാൻ വേണ്ടി. അപ്പോൾ അതും ഒക്കെ നോക്കി പല ഏജൻസികളും സംസാരിക്കുക. ഒറ്റ പരസ്യം കണ്ടിട്ട് പോയിട്ട് നിങ്ങൾ കയറരുത്. പൊതുവേ കണ്ടുവരുന്ന മറ്റൊരു മാർക്കറ്റിംഗ് രീതി എന്ന് പറയുന്നത് സൗജന്യങ്ങൾ കൊടുക്കുക, സൗജന്യമായിട്ടുള്ള കുറേ ഓഫറുകളും കാര്യങ്ങളും കൊടുത്ത് ആളുകളെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഏജൻസി അവർക്ക് ഇപ്പോൾ നമുക്കറിയാം ഈ BSc നഴ്സിംഗ് ഒക്കെ പഠിക്കണമെങ്കിൽ എൻട്രൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട്. നീറ്റ് അതല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റ് വൈസ് വരുന്നത്. അപ്പോൾ കർണാടകയിലാണെങ്കിൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. കേരളത്തിൻ്റെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് മിക്കവാറും എൻട്രൻസ് ടെസ്റ്റ് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് പറ്റുന്ന, അതായത് സ്റ്റുഡൻസിന് പറ്റുന്ന രീതിയിലുള്ള ചില ഈ എൻട്രൻസിന് സഹായമാകുന്ന രീതിയിലുള്ള ക്രാഷ് കോഴ്സുകൾ ഡെവലപ്പ് ചെയ്യും. മൺഡേ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് ഡെവലപ്പ് ചെയ്യും. ഇത് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ചെറിയൊരു മതമുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് യൂട്യൂബിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് ചെയ്തിട്ട് ഈ പറയുന്ന വരുന്ന ആളുകൾക്ക് വേണ്ടി, അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നമ്മുടെ ഈ പറയുന്ന ഏജൻസിയിൽ നിന്ന് എടുക്കാൻ വരുവാണെങ്കിൽ ആ സ്റ്റുഡൻസിനോട് അവർ പറയും, ഇങ്ങനെ ഞങ്ങളുടെ ഈ കോളേജിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പറയുന്ന കോളേജിൽ സീറ്റ് അഡ്വാൻസ് ചെയ്ത് ബുക്ക് ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം എന്നുള്ള രീതിയിൽ പറയും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ പുറമെയൊക്കെ എൻട്രൻസിൻ്റെ ഒക്കെ ടെസ്റ്റ് ഒക്കെ എഴുതാൻ പോകുന്നത്, അത് വേറെ സ്റ്റേറ്റിലൊക്കെ ഇപ്പോൾ കർണാടകയിലൊക്കെ പോകുന്നവർക്കാണ് അവർക്ക് ട്രാവൽ പാക്കേജും അതുപോലെ തന്നെ സ്റ്റേ പാക്കേജ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും, ഫ്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെ കൊടുക്കും ഫ്രീ. അത് ഈ ഏജൻസിയെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വലിയൊരു മതങ്ങളൊക്കെ കാര്യങ്ങൾ വരുന്നില്ല. പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാൾ വരുമ്പോൾ അയാൾക്ക് ഇത് വലിയ കാര്യമാണ്. അവരിതിൽ പൈസ കൊടുത്ത് സീറ്റ് ബ്ലോക്ക് ചെയ്തിടും. ഈ പൈസ എന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്ന് പറയുന്നത് ചെറിയൊരു ഇതല്ല, അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ കൊടുത്ത് ചെയ്തിടും. ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് വേറെ നല്ല ഓഫറുകളോ അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞതോ അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോഴത്തേനും ഇവർക്ക് ഇത് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, മറ്റേടത്ത് പോയി എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ക്യാൻസൽ ചെയ്താൽ പൈസ പോകും. അങ്ങനെ കുറച്ച് ഇത് വരുന്നുണ്ട്. ഇതാണ് നോർമലി എനിക്ക് തോന്നിയിട്ടുള്ള 2 അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ഓഫറുകൾ കൊടുത്തിട്ട് ആളുകളെ ഇരിക്കുന്നത്, അതുപോലെ തന്നെ സൗജന്യം കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന പരിപാടി.
അതായത് ഇപ്പോൾ ഈ ടോപ്പായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഏജൻസികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ വലിയ ഓഫറോ കാര്യങ്ങളൊന്നും കൊടുക്കത്തില്ല. അത് പകരം അവരെ വിളിക്കുന്ന അവർ നോർമലി അവർക്കിങ്ങനെ ഇതുണ്ടെന്ന് അറിയിക്കാനുള്ള പരസ്യങ്ങൾ ചെയ്തിട്ട് അവർ വിളിക്കുന്നവർക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവർ കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ പോരായ്മയും മറ്റ് അഡ്വാൻറ്റേജും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. പിന്നെ അവർക്ക് ഒരു ഇത് വെച്ചിട്ടുള്ള കോളേജുകൾ അവരുടെ സജഷൻസ് കേൾക്കും. അങ്ങനെ കുറേ ഇതുണ്ട്. അതല്ലാതെ ഒരു കോളേജ് അടിച്ചേൽപ്പിക്കുന്ന പരിപാടിയൊന്നും ഈ നല്ല പ്രൊഫഷണലായിട്ട് വർഷങ്ങളായിട്ട് ഇതിൽ നിൽക്കുന്ന നല്ല കമ്പനികൾ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്തരമുള്ള നല്ല കമ്പനികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ കേസ് ചില കോളേജുകൾ നമ്മൾ സീറ്റ് ബ്ലോക്ക് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അത് ചെറിയൊരു എമൗണ്ട് വാങ്ങി അവർ ചെയ്തിടും. വലിയൊരു എമൗണ്ട് അല്ല, ചെറിയ എമൗണ്ടുകൾ വാങ്ങിയിട്ട് അവർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ പരസ്യങ്ങൾ കാണുമ്പോൾ അതിൻ്റെയൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഇത് ചെയ്യാൻ നോക്കുക. ചാടി കയറി എനിക്ക് ഇപ്പോൾ തീർന്നു പോകും എന്നുള്ള രീതിയിൽ, മാർക്കറ്റിൽ ഇതില്ല കിട്ടൂല എന്നുള്ള രീതിയിൽ ചെയ്യാതെ നിങ്ങളും ഒന്ന് ഒക്കെ അന്വേഷിച്ച് കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്